ബൈക്കിൽ ലോങ് റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ലോങ് റൈഡ് എന്ന് പറയുമ്പോൾ മോർ ദാൻ 5 days വരുമ്പോഴാണ് നമുക്ക് ലഗേജിൻ്റെ ഓപ്ഷൻസിനെ കുറിച്ചുള്ള കൺഫ്യൂഷൻസ് വരുന്നത്. എനിക്കും ഉണ്ടായിരുന്നു. ഞാനും ആദ്യമായിട്ടൊരു ലോങ് റൈഡ് പോകുന്നത്. ആ സമയത്ത് ഞാൻ ഏത് ടൈപ്പായിട്ടുള്ളൊരു ലഗേജ് കൊണ്ടുപോകണമെന്ന് എനിക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പല ആൾക്കാരുടെ വീഡിയോസും പല ആൾക്കാരുടെ എക്സ്പീരിയൻസൊക്കെ ഷെയർ ചെയ്യുമ്പോൾ പക്ഷേ നമുക്ക് നമ്മുടെ റിക്വയർമെൻറ്റ് എല്ലാവരുടെയും പോലുള്ള റിക്വയർമെൻറ്റ് ആവണമെന്നില്ല. അപ്പോൾ ഇന്ന് നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ കയ്യിൽ നിന്നൊരു പാനിയേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ പാനിയേഴ്സിൻ്റെ ഡീറ്റെയിൽസും അൺബോക്സിങ് നോക്കിയിട്ട് ഏതാണ് ബെസ്റ്റ് ലഗേജ് ഓപ്ഷൻസ് എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. ലഗേജ് ഓപ്ഷനിൽ തന്നെ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള, ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടും ഏറ്റവും കൺവീനിയൻറ്റും സേഫ് ആയിട്ടുള്ള ഓപ്ഷനാണ് നമ്മുടെ പാനിയേഴ്സ്. ഇത് ഹിമാലയന് വരുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാനിയേഴ്സാണ്. അതായത് ഹിമാലയൻ്റെ റെയിൽസാണ് ഇത്. ആക്ച്വലി ഇതിൻ്റെ റെയിൽസിൽ ഡയറക്റ്റ് ഫിറ്റ്മെൻ്റ് ആയിട്ട് വരുന്ന ഹിമാലയൻ്റെ സൈഡ് പാനിയേഴ്സാണിത്. ഇത് ആക്ച്വലി നല്ല വെൽ ബിൽറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ ലോങ് റൈഡിൽ. പക്ഷേ ഇത് പെർട്ടിക്കുലർലി അവരുടെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് അയച്ചു തന്നതാണ്. പക്ഷേ ഇങ്ങനൊരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ച കാര്യങ്ങളെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ ഇതിൻ്റെ ജസ്റ്റ് പറയുകയാണെങ്കിൽ ഇത് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഇതാണ്. ഇതിനേക്കാൾ കോസ്റ്റ്ലി ആയിട്ടുള്ള ബ്രാൻഡ്സ് ഉണ്ട്. ബട്ട് റോയൽ എൻഫീൽഡിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ആക്സസറി എന്ന് തന്നെ പറയാം, എസ്പെഷ്യലി ഫോർ ഹിമാലയൻ. ഇതിൻ്റെ റെയിൽസ് മാറ്റി നമുക്ക് ബാക്കിയുള്ള മോഡൽസ് യൂസ് ചെയ്യാം. പക്ഷേ അത് കുറച്ചും കൂടി കസ്റ്റമൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരാണെങ്കിൽ ഇത് രണ്ട് സൈഡിലും നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ പാനിയേഴ്സായിട്ട് ഫിറ്റ് ചെയ്തിട്ട് ഞാൻ വേറൊരു വീഡിയോ അതിനകത്ത് ആഡ് ചെയ്യാം. അതിൻ്റെ തന്നെ ഉള്ളിൽ വയ്ക്കാൻ പറ്റുന്നൊരു ലഗേജാണ്. അതായത് ഇതിനകത്ത് നമ്മൾ ഐറ്റംസ് നിറച്ചിട്ട് ഇതൊരു വാട്ടർ പ്രൂഫ് കവറാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇറക്കി വയ്ക്കും. ഇതിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് അത്യാവശ്യം നല്ലൊരു കപ്പാസിറ്റി ഇതിലുണ്ട് രണ്ട് സൈഡിലും. പിന്നെ അത് കൂടാണ്ട് നമുക്കൊരു ബാഗ് യൂസ് ചെയ്തിട്ട് നമ്മൾ ലോങ് റൈഡ്സ് കംഫർട്ടബിളായിട്ട്. ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ പേഴ്സണലി യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും സുഖമായിട്ടുള്ള തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോങ് റൈഡ് പോയി കഴിയുമ്പോൾ നമ്മൾ ഓരോരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ട് കുറച്ച് നടക്കേണ്ടിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ മാനുവലി ടൈ ചെയ്ത് വെച്ചേക്കുന്ന ഒരു സംഭവമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം ഫുള്ള് കെട്ടഴിച്ചിട്ട് നമ്മളത് തോളത്ത് ചുമന്നുകൊണ്ടൊക്കെ പോകണം. പക്ഷേ ഇതാണെങ്കിൽ നമുക്ക് സേഫായിട്ട് അവിടെ തന്നെ വണ്ടിയിൽ തന്നെ നമുക്ക് വയ്ക്കാൻ പറ്റും. വേറെ മാറ്റേണ്ട ആവശ്യം കാര്യങ്ങളൊന്നുമില്ല. നല്ല സ്ട്രോങ് ആണ്. പെട്ടെന്നൊന്നും ആർക്കും അഴിച്ചു മാറ്റാൻ പറ്റില്ല എന്നല്ല. പക്ഷേ അത്യാവശ്യം ടൂൾസും കാര്യങ്ങളൊക്കെ വന്ന് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഇത് അഴിച്ചു കൊണ്ടാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ ഇത് ഈക്വലി വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വെഹിക്കിൾ യൂസ് ചെയ്യുമ്പോഴും വലിയ ഇഷ്യൂസൊന്നും വരില്ല. ടൈ ചെയ്യേണ്ട ആവശ്യമില്ല. കുറേ ടൈം ആൻഡ് എഫോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി എക്സോസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കെട്ടുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ അഴിച്ച് തിരിച്ച് കെട്ടി പിന്നെ എന്തെങ്കിലും സാധനം അത്യാവശ്യമായിട്ട് എടുക്കേണ്ട സമയത്ത് വീണ്ടും അഴിച്ച് കെട്ടി നമ്മൾ ഓൾറെഡി ജാക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചേക്കായിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണത്. അപ്പോൾ ആ സമയത്ത് ഇത് ഭയങ്കര കൺവീനിയൻ്റ് ആണ്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ഇതിന് കോസ്റ്റ് വരുന്നുണ്ട്. കാരണം ഇത്രയും കോസ്റ്റ് ആയിട്ടുള്ള സംഭവം ചിലപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. മീൻസ് നമുക്ക് പെട്ടെന്ന് മേടിക്കാൻ പറ്റുന്നതല്ല. പക്ഷേ എൻ്റെ കൂടെ വന്ന 2 ഫ്രണ്ട്സും ഞാൻ ആദ്യം വിചാരിച്ച ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഉള്ള ആരുടെയെങ്കിലും റെൻ്റായിട്ട് എടുക്കലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ റെൻറ്റിൽ ഇപ്പോൾ എൻ്റെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഫ്രണ്ട് ഇതേപോലെ തന്നെ ലേ പോയ സമയത്ത് അവന് റെൻറ്റിന് കൊടുത്തിരുന്നു 4000 സംതിങ്. അപ്പോൾ അങ്ങനെ ഇത് യൂസ് ചെയ്യാം. പക്ഷേ ഇത് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് റോയൽ എൻഫീൽഡ് തന്നെ. പിന്നെ കുറേ ലഗേജ് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ കോസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇതിനകത്ത് MRP വന്നേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ് 29,999. ഇത് മൊത്തം എങ്ങനെയായാലും അവരുടെ ഓഫറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു 26,000 ആ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടും. വർത്താണ്, പക്ഷേ കോസ്റ്റ്ലി ആണ്. അത് മാത്രമാണ് എൻ്റെ ഒരു കുഴപ്പം. അപ്പോൾ ഇത് കൂടാണ്ട് തന്നെ നിറയെ ലഗേജ് ഓപ്ഷൻസ് ഉണ്ട്. ടോപ്പ് ബോക്സ് ഉണ്ട്, സൈഡ് പാനിയേഴ്സ് പോലെ തന്നെ സൈഡ് ബാഗേജസ് ഉണ്ട്. ടോപ്പിൽ വയ്ക്കുന്നത് തന്നെ കെട്ടി വയ്ക്കുന്ന റൈനോക്സിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് ഓഫ് ബാഗേജ് ഉണ്ട്. പല കമ്പനീസിൻ്റെ നിറയെ ബാഗേജസ് ഉണ്ട്. അപ്പോൾ പാനിയറിൻ്റെ കാര്യങ്ങളാണ് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ലഗേജ് ഓപ്ഷനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്യേണ്ടതെന്നുള്ളത് താഴെ കമൻറ്റ് അടിക്കുക. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ പാനിയർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം പോകാൻ പറ്റുന്ന സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 112 km/h അവർ പറയുന്നത്. പിന്നെ 2 പാനിയേഴ്സിലും മാക്സിമം 5 kilos ആണ്. ഇത് കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫ് എന്നുള്ള ഒരു സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊന്നും തരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ബാഗ് യൂസ് ചെയ്യുന്നത്. ഇത് ബാഗ് വാട്ടർ പ്രൂഫാണ്. അപ്പോൾ ഇതിനകത്ത് ബാഗിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അതിനകത്തേക്ക് ഇറക്കി വയ്ക്കുക, ഇതിനകത്ത് ഫിക്സ് ചെയ്യുക, അതിനകത്ത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പാനിയേഴ്സ് ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ പാനിയറിനെ കുറിച്ചുള്ള കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യുക, അല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ലഗേജ് ഓപ്ഷനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയേണ്ടതെന്നുള്ള കാര്യം താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.